ആദ്യം തന്നെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് രാജേഷ് ഞാനൊരു മെസ്സേജ് ഇവിടെ കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഹായ് എന്നാണ് മെസ്സേജ് കൊടുക്കുന്നത്. കണ്ടോ, മെസ്സേജ് കൊടുത്തപ്പോൾ തന്നെ റിപ്ലൈ എനിക്ക് കിട്ടി. ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് ഉടൻ മറുപടി തരുന്നതാണെന്ന്. ഇനി രണ്ടാമത് ഞാൻ വീണ്ടും ഒരു മെസ്സേജ് കൊടുക്കുവാണ്. ഹലോ, ഇപ്പോൾ എവിടെയെന്നാണ് ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. സെൻഡ് ആക്കാൻ പോവാണ്. സെൻഡ് ചെയ്തു. വീണ്ടും അതേ മെസ്സേജ് നമുക്ക് റിപ്ലൈ വന്നു. ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് ഉടൻ മറുപടി തരുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പിലെ ഫ്രണ്ട്സുകൾക്കും ഇതുപോലെ മെസ്സേജ് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഹലോ എവരിവൺ, എല്ലാവർക്കും സ്വാഗതം ജനശ്രദ്ധയിലേക്ക്. ഇന്നൊരു അടിപൊളി ട്രിക്കാട്ടോ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഏത് സമയവും സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കാനും പറ്റി സാധിക്കില്ല. കാരണം ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ, നമ്മൾ തിരക്കായിരിക്കുമ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ലോക്ക് തുറന്ന് ഈ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കാനും സമയമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു റിപ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സപ്പിൽ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അതിനോടൊപ്പം നാളെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കൊരു ബർത്ത്ഡേ വിഷ് ഇന്ന് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. കാരണം നാളെ ചിലപ്പോൾ ഇത് മറന്നു പോയാലോ. ഇതിന് എങ്ങനെയാണ് നമ്മുടെ മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നും ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് വാട്സപ്പിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നും നമ്മുടെ മെസ്സേജുകൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഡു ഇറ്റ് ലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് അവിടെ ലഭിക്കുന്നു. ഇവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ 3 വര കാണും. അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകൾ ഭാഗത്ത് ഇതായി കിടക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നാമത് ഷെഡ്യൂൾഡ് ആണ്, രണ്ടാമത് ഓട്ടോ റിപ്ലൈ ആണ്. നമുക്ക് രണ്ടാമത് കാണുന്ന ഓട്ടോ റിപ്ലൈ ആദ്യം എടുക്കാം. ഓട്ടോ റിപ്ലൈ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനുവേണ്ടി താഴെ കാണുന്ന ആ പ്ലസ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് ഉടൻ മറുപടി തരുന്നതാണെന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും, ഓട്ടോ റിപ്ലൈ എന്ന്. ഇത് വേണമെങ്കിൽ നിങ്ങളങ്ങ് ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോ റിപ്ലൈ നിൻ്റെ സൈഡിൽ കാണിക്കും. അപ്പോൾ ആ മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേന്ന്. അത് വേണ്ട എന്നാണെങ്കിൽ താഴെ കാണുന്ന ടിക്ക് മാർക്ക് അങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. തുടർന്ന് മുകൾ ഭാഗത്ത് കാണുന്ന ആ യെല്ലോ ടിക്കിൽ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ഇത് ഒരു ശല്യമാണ്. ഫ്രീ ആപ്ലിക്കേഷൻ അതിൻ്റെ പേരിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് മാറ്റുക. ഇതാ ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്സപ്പിലേക്ക് ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് ഉടൻ മറുപടി തരുന്ന എന്നുള്ളൊരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു ഫോണിലേക്ക് ചെല്ലും. മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് ആരാണ് അയക്കുന്നത് അവർക്ക് അപ്പോൾ തന്നെ ചെല്ലുന്നതാണ്. എൻ്റെ ഫ്രണ്ട് രാജേഷ് ഞാനൊരു മെസ്സേജ് ഇവിടെ കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഹായ് എന്നാണ് മെസ്സേജ് കൊടുക്കുന്നത്. കണ്ടോ, മെസ്സേജ് കൊടുത്തപ്പോൾ തന്നെ റിപ്ലൈ എനിക്ക് കിട്ടി. ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് ഉടൻ മറുപടി തരുന്നതാണെന്ന്. ഇത് വളരെ ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ്. നമ്മൾ അത്ര നിസ്സാരമായിട്ട് ഇതിനെ കാണണ്ട. ഇനി അടുത്തത് ഷെഡ്യൂൾഡ് ആണ്. ഈ ഷെഡ്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ മെസ്സേജാണ് സെലക്ട് ചെയ്യുന്നത്. മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ്, ബർത്ത്ഡേ വിഷസ് ആണെങ്കിൽ നമുക്ക് എന്താണോ ഇവിടെ എഴുതേണ്ടത് ആ കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്കിവിടെ റൈറ്റ് നോ 15 മിനിറ്റ് വേണമെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ സെൻഡ് ആവണമെങ്കിൽ അങ്ങനെ 30 മിനിറ്റെങ്കിൽ 30 മിനിറ്റ്, 1 അവറെങ്കിൽ 1 അവർ, അല്ലെങ്കിൽ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ടുമോറോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ ടിക്ക് മാർക്കിൽ എങ്ങനെ നിങ്ങൾ ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുള്ള നെയിം, നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക. ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചർ. തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല അറിവുകളുമായി നമ്മളിങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം.